ഹായ് ഫ്രണ്ട്സ്, ഷവോമിയുടെ ഒരു പുതിയ സബ് ബ്രാൻഡ് കൂടി നമ്മൾ മുമ്പിലേക്ക് എത്തുകയാണ്. ഓൾറെഡി പോക്കോ ഒരു നല്ല സബ് ബ്രാൻഡ് ആണ് നമുക്കറിയാം. അതുകൂടാതെ റെഡ്മി എന്നൊരു സബ് ബ്രാൻഡ് കൂടി നമ്മുടെ മുമ്പിലേക്ക് എത്തുകയാണ്. റെഡ്മി നമുക്ക് നേരത്തെ അറിയാം, അത് ഷവോമിയുടെ ഒരു സീരീസ് ഓഫ് ഫോണാണ്. ആ ഫോണുകളുടെ സീരീസ് ഭയങ്കര ഹിറ്റാണ്. ഏറ്റവും ഹിറ്റായ സീരീസും അത് തന്നെയാണ്. അപ്പോൾ ആ സീരീസിനെ അങ്ങനെ തന്നെ ഒരു സെപ്പറേറ്റ് ബ്രാൻഡാക്കി ഷവോമി മാറ്റുകയാണ്. മാറ്റുന്ന ആ ബ്രാൻഡിൻ്റെ ആദ്യത്തെ ഫോണും ഈ വരുന്ന ജനുവരി 10 തന്നെയാണ് ലോഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ബ്രാൻഡും പ്രൊഡക്റ്റും ഒരുമിച്ച് ലോഞ്ച് ചെയ്യാണ്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത്. വെൽക്കം ടു പ്രതാപ് ജി ടെക്. ഹായ്, നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് സന്ദർശിക്കുന്നെങ്കിൽ വീഡിയോയ്ക്ക് താഴെ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടപ്പുറത്ത് വരുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന ആ സമയത്ത് തന്നെ നിങ്ങളുടെ ഫോണിൻ്റെ നോട്ടിഫിക്കേഷൻ പറയുന്നത് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അങ്ങനെ നിങ്ങൾക്ക് അത് അപ്പോൾ തന്നെ കാണുകയും ചെയ്യാം. അപ്പോൾ ഷവോമിയുടെ പുതിയ സബ് ബ്രാൻഡ് വരുന്നു. അത് ജനുവരി 10 നമ്മുടെ മുമ്പിലേക്ക് ഒഫീഷ്യലായിട്ട് അവർ അവതരിപ്പിക്കും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ബ്രാൻഡിൻ്റെ കാര്യം നമുക്ക് അന്ന് നോക്കാം. എന്തായാലും റെഡ്മി ഇനി മുതൽ ഒരു സീരീസ് അല്ല, സെപ്പറേറ്റ് ബ്രാൻഡാണ്. അവരുടെ ആദ്യത്തെ ഫോണ് അന്ന് ലോഞ്ച് ചെയ്യുന്നുണ്ട്. ആ ഫോണിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. 48 മെഗാപിക്സൽ ക്യാമറയുമായിട്ടാണ് ഈ ഫോൺ വരുന്നതെന്നാണ് അറിയുന്നത്. എന്തുകൊണ്ട് ഇത്രയധികം എക്സൈറ്റഡ് ആയിട്ട് പറയണമെന്ന് ചോദിച്ചാൽ MI A2, റെഡ്മി നോട്ട് 6 പ്രോ, പോക്കോ F1 തുടങ്ങിയ എല്ലാ ഫോണുകളിലും ആ റേഞ്ചിലെ ഏറ്റവും ബെസ്റ്റ് ക്യാമറ, ഏത് ഫോൺ എടുത്താലും അവിടുത്തെ ഏറ്റവും ബെസ്റ്റ് ക്യാമറ ആ ഫോണിലെത്താണ്. അപ്പോൾ അത്രയും നല്ല ക്യാമറ സെറ്റപ്പ് ആ റേഞ്ചിൽ തരുമ്പോൾ 16 മെഗാപിക്സലാണ് അവിടെ കാണുന്നത്. ആ ഒരു ഗ്യാപ്പിലേക്കാണ് 48 മെഗാപിക്സൽ ക്യാമറയുമായിട്ട് ഷവോമി വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ക്യാമറ എന്ന് പറയുന്ന ഒരു അനുഭവം അടുത്ത ലെവലിലേക്ക് ഉയർത്താൻ ഷവോമിക്ക് സാധിക്കും എന്നുള്ളതാണ് ഇത്രയും എക്സൈറ്റഡ് ആയിട്ട് ആ ഒരു വാക്ക് പറയാനുണ്ടായ കാരണം. അപ്പോൾ 48 മെഗാപിക്സൽ ക്യാമറയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇത് കണക്കാക്കിയത് ഒരു പ്രത്യേക രീതിയിലാണ്. ഓൾറെഡി റെഡ്മിയുടെ ഒരു ലോഗോ അവർ പുറത്തുവിട്ടിട്ടുണ്ട്. ആ ലോഗോ കൂടെ കാണാം. ഇതിൻ്റെ ഷാഡോയിൽ 4800 എന്ന് എഴുതിയിരിക്കുന്നതാണ്. ഈ 4800 നിന്ന് 48 മാത്രം എടുത്തുകൊണ്ടാണ് 48 മെഗാപിക്സൽ ക്യാമറയായിരിക്കും ഈ ഫോണിൽ ഉണ്ടാവുക എന്ന് അനുമാനിച്ചത്. അതിനും ഒരു കാരണമുണ്ട്. ഓൾറെഡി നമ്മൾ ഷവോമിയുടെ ഒരു 48 മെഗാപിക്സൽ ക്യാമറയുള്ള ഫോൺ വരാൻ പോകുന്നത് കുറച്ച് നാളായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഒപ്പമാണ് ഈ ലോഗോയും ഈ ബ്രാൻഡിൻ്റെ ലോഞ്ചിങ്ങും എല്ലാ കാര്യങ്ങളും കേൾക്കുന്നത്. അപ്പോൾ ഈ ലോഗോയുടെ അടിയിലുള്ള നമ്പർ 48 കണ്ടപ്പോൾ റെഡ്മിയുടെ ആദ്യത്തെ ഫോൺ 48 മെഗാപിക്സൽ ക്യാമറയുമായിട്ടാണ് വരുന്നതെന്ന് കൺഫേം ചെയ്യാനുണ്ടായത്. അങ്ങനെയാണ് ഇപ്പോൾ എല്ലാ സൈറ്റുകളിലും ഈ കാര്യം കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും അനുമാനിച്ചിരിക്കുന്നത് ഈ ഒരു രീതിയിലാണ്. 48 മെഗാപിക്സൽ ക്യാമറയുമായിട്ട് റെഡ്മിയുടെ ആദ്യത്തെ ഫോൺ വരുന്നു. ആ ഫോണിൽ 4000 mAh ബാറ്ററിയും സ്നാപ്ഡ്രാഗൺ 675 ഉണ്ടായിരിക്കുമെന്നും പറയപ്പെടുന്നു. ബെറ്ററായ ഒരു ഡിസൈനും കാര്യങ്ങളും ഇതിനകത്ത് ഉണ്ടാവുമെന്നാണ് അറിയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ലോഗോയെ വെച്ചുകൊണ്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. എല്ലാ സൈറ്റുകളും ഇങ്ങനെ തന്നെയാണ് കാണാനും സാധിക്കുക. പിന്നെ ഒരു കാര്യം കൂടി അതിൽ പറയാനുള്ളത്, ഈ ഒരു 48,800 നിന്ന് 48 മാത്രം എടുത്തുകൊണ്ട് എങ്ങനെ മെഗാപിക്സൽ കണക്കാക്കിയെന്നൊരു സംശയം നിങ്ങൾക്ക് വരാം. അതിൻ്റെ കാരണം ഇതാണ്. ചൈനയിലൊക്കെ 48 അല്ലെങ്കിൽ 12 മെഗാപിക്സൽ എന്ന് പറയുന്നിടത്ത് 12 മില്യൺ പിക്സൽ, 12 + 3030 അങ്ങനെ 6 0 12 മില്യൺ എന്ന രീതിയിലാണ് അവർ പറയുക. അത് 12 മെഗാപിക്സലിന് അങ്ങനെയാണ് പറയുക. അതുകൊണ്ടാണ് ഇവിടെ 48,800 എന്ന് കാണിക്കുമ്പോൾ 48 മാത്രം എടുക്കാൻ കാരണം. പൂജ്യങ്ങളെല്ലാം ആ മില്യൺ പിക്സൽ എന്ന് പറയുന്ന ഒരിടത്താണ് അവർ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് അത് ഒഴിവാക്കിയിട്ട് മെഗാപിക്സൽ മാത്രം എടുത്തുകൊണ്ട് 48 മെഗാപിക്സൽ എന്ന രീതിയിൽ കണക്ക് കൂട്ടി. അങ്ങനെയാണിത് 48 മെഗാപിക്സൽ എന്ന തീരുമാനത്തിൽ മറ്റുള്ള കമ്പനികളും അല്ലെങ്കിൽ സൈറ്റുകളൊക്കെ എത്തിച്ചേർന്നിരിക്കുന്നത്. എനിക്കും ഏറെക്കുറെ അതിൽ തന്നെയാണ് തോന്നുന്നത്. ഇതിനെ വേറൊരു തരത്തിലും കൂടി കാണാം. അങ്ങനെ കാണാൻ ശ്രമിക്കുന്നതിൻ്റെ കാരണം ഷവോമി പരസ്യങ്ങളിൽ ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്യുന്നൊരു കമ്പനിയാണ്. അതിനെക്കുറിച്ച് ഞാൻ വേറെ വീഡിയോയിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഷവോമി മാത്രമല്ല, എല്ലാ കമ്പനികളും പരസ്യങ്ങളുടെ കാര്യത്തിൽ കുറേ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് OnePlus അടക്കമുള്ള കമ്പനികൾ അങ്ങനെ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ 4800 എന്ന് എഴുതുമ്പോൾ അത് 48 മെഗാപിക്സൽ എന്ന് മാത്രം മനസ്സിലാക്കുന്നത് അത്ര ഭംഗിയായിരിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഷവോമിയുടെ ഈ 48 മെഗാപിക്സലേക്ക് വരുമ്പോൾ ചിലപ്പോൾ പ്രൈസ് കുറച്ച് കൂടിയേക്കാം. ഷവോമിയുടെ റെഡ്മി പൈസ കൂട്ടാൻ സാധ്യതയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ 15000 രൂപ റേഞ്ചിലാണ് റെഡ്മി സീരീസ് ഏറ്റവും അധികം ഹിറ്റായി മാറിയിരിക്കുന്നത്. അത് ആ ഒരു ബഡ്ജറ്റിലത്തെ ഫോണായിട്ട് ആരും കണ്ണടച്ച് പറയും. 15000 രൂപ റേഞ്ചിലെ ഫോൺ റെഡ്മി നോട്ട് 5 പ്രോ എന്ന് ആലോചിക്കാതെ പറയുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത്രയും നല്ല സീരീസാണ് റെഡ്മി സീരീസ്. അപ്പോൾ ആ ഒരു റേഞ്ചിൽ ഹിറ്റായ ഒരു ഫോണിനെ കൂടുതൽ മെഗാപിക്സലൊക്കെ വെച്ചുകൊണ്ട് വേറൊരു പ്രൈസ് റേഞ്ചിലേക്ക് എടുത്തുകൊണ്ട് പോകാൻ ഷവോമി സാധ്യതയില്ല. വേറൊരു കാര്യം കൂടി ഉണ്ടാവില്ല, ഞാൻ ലാസ്റ്റ് പറയാം. അപ്പോൾ അങ്ങനെ എടുത്തുകൊണ്ട് പോകാൻ സാധ്യതയില്ല. അപ്പോൾ ആ ഒരു റേഞ്ചിൽ തന്നെയായിരിക്കും ഈ ഫോൺ വരിക. അപ്പോൾ 48 മെഗാപിക്സൽ എന്നതിനേക്കാൾ ഉപരി ഈ 4800 എന്നുള്ളത് ബാറ്ററി സൈസ് ആയിരിക്കാനും സാധ്യതയുണ്ട്. 4800 mAh ബാറ്ററി ആവാം. അപ്പോൾ ഈ ബാറ്ററി 4800 mAh എന്തിനാണ് വെക്കുന്നതെന്ന് ചോദിച്ചാൽ Asus ZenFone Max Pro M2 ഓൾറെഡി 5000 mAh ബാറ്ററി കൊണ്ടാണ് നിൽക്കുന്നുണ്ട്. അത് ഷവോമിക്ക് ഒരു കോമ്പറ്റീഷൻ ആണ്. 4800 mAh ഒരു ബാറ്ററി കൂടി അവിടെ ഇറക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു കോമ്പറ്റീഷന് ഷവോമിക്ക് നേരിടാൻ കഴിയും. ഒപ്പം തന്നെ ഇതിനകത്ത് സ്നാപ്ഡ്രാഗൺ 675 പ്രോസസ്സർ. അപ്പോൾ 660 അതിനോടനുബന്ധിക്കുന്ന കോമ്പറ്റീഷൻ പ്രോസസ്സറുകളുമാണ് അവിടെ ഉള്ളത്. അതിനേക്കാൾ ബെറ്ററായ 675 എന്ന പ്രോസസ്സറും കൂടി ഇറക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ റേഞ്ചിലെ ബെസ്റ്റ് പെർഫോമൻസും നല്ല ബാറ്ററി, ഇപ്പോൾ ഈ മാക്സ് പ്രോ M2 5000 mAh കോമ്പറ്റ് ചെയ്യാൻ പറ്റുന്ന 4800 mAh ബാറ്ററിയുള്ള ഫോൺ എന്ന നിലയിലും ഒരു നല്ല കോമ്പറ്റീഷൻ ഐറ്റമായിട്ട് മാറാൻ കഴിയും ഈ പറയുന്ന റെഡ്മിയുടെ ആദ്യത്തെ ഫോണിൻ്റെ പേര് റെഡ്മി Pro 2 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഫോണിന്
ആ റേഞ്ച് കീഴടക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു സെറ്റപ്പ് ഇതിലൂടെ കിട്ടും. പക്ഷേ പോക്കോ എന്നൊരു ബ്രാൻഡ് ലോഞ്ച് ചെയ്തപ്പോൾ നമ്മൾ കണ്ടു സ്നാപ്ഡ്രാഗൺ 845 എന്ന പ്രൊസസർ വെച്ചുകൊണ്ട് ടെക് ലോകത്തെ ആകെ ഞെട്ടിച്ച ഒരു ലോഞ്ചിങ് ആയിരുന്നു അത്. അതേപോലെ തന്നെ 15,000 രൂപ റേഞ്ചിൽ ഈ ഫോൺ ഈ ഒരു പുതിയ സബ് ബ്രാൻഡിൻ്റെ ഒരു മാർക്കറ്റിംഗ് തന്ത്രം എന്ന രീതിയിൽ 4700 mAh ബാറ്ററിയും 48 മെഗാപിക്സൽ ക്യാമറയും അതേപോലെ സ്നാപ്ഡ്രാഗൺ 675 വെച്ചുകൊണ്ട് 15,000 രൂപയ്ക്ക് ഈ ഫോൺ ഇറക്കിക്കൂടായില്ല. ഷവമിക്ക് അങ്ങനെ ചരിത്രമാണ് പോക്കോയിലുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ഇറക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ റേഞ്ചിലെ ഏറ്റവും ബെസ്റ്റ് ഫോൺ എന്ന രീതിയിലേക്ക് മാറാൻ സാധ്യതയുള്ള ഒരു ഫോണാണ് റെഡ്മി പ്രോ 2. അത് ഈ റെഡ്മി എന്ന ബ്രാൻഡിൻ്റെ ലോഞ്ചുമായി അനുബന്ധിച്ച് സംഭവിച്ചേക്കാം. ഇതെല്ലാം അനുമാനങ്ങളാണ്. 4800 mAh ബാറ്ററി എന്ന് ഞാൻ പറയാൻ കാരണം അത് സ്പെസിഫിക് ആയിട്ട് അവിടെ എഴുതിയിട്ടുള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഞാനത് 48 മെഗാപിക്സൽ ക്യാമറ എന്ന രീതിയിൽ മാത്രം നോക്കിയാണ്. പക്ഷേ ഇത് രണ്ടും അതിൽ മീനിങ് ഉണ്ട്. എന്തായാലും ഈ രീതിയിലൊക്കെ ഫോൺ വന്നേക്കാം എന്നുള്ളത് ഒരുപാട് കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള അനുമാനങ്ങളാണ്. അപ്പോൾ ഷവമി എന്ന ഈ ബ്രാൻഡ് ഒരു പുതിയ സബ് ബ്രാൻഡിനെ അവതരിപ്പിക്കുമ്പോൾ അതിൽ പുതിയതായിട്ട് എന്തെങ്കിലും ഉണ്ടാവും എന്നുള്ളത് കൊണ്ട് തന്നെ സ്വല്പം വ്യത്യസ്തമായ ഒന്ന് ടെക് ലോകത്തെ ഞെട്ടിക്കാൻ പോകുന്ന ഒരു ഐറ്റം തന്നെ ആയിരിക്കും ലോഞ്ച് ചെയ്യാന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം പോക്കോ. അപ്പോൾ കിടിലനായ ഒരു ഫോണിനെ പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ജനുവരി 10-ാം തീയതി ഈ ലോഞ്ചിങ് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. കൂടുതൽ വിശദാംശങ്ങളുമായിട്ട് അന്നത്തെ ദിവസം ഞാൻ വീണ്ടും വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യുക. വീണ്ടും ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോ കണ്ടുമുട്ടാം. ബൈ.